തിരക്കുകളെല്ലാം ഒഴിഞ്ഞ ജനുവരിയിലെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ സാധാരണ പ്രവൃത്തി ദിവസങ്ങളിലേക്ക് ഇന്നു മുതൽ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച വലിയ തീരുമാനങ്ങളും വലിയ പ്രാർത്ഥനയും ശക്തമായ പ്ലാനിങ്ങും എല്ലാം നടന്ന ഒരാഴ്ചയാണ് കഴിഞ്ഞ ആഴ്ച. ഇതെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ ചെയ്യാറുണ്ട്, മറ്റുള്ളവരെല്ലാം ഒരു നല്ല ശതമാനം ആൾക്കാരത് ചെയ്യാറുണ്ട്. നല്ലതാണ്. എന്നാൽ രണ്ടാമത്തെ ആഴ്ചയോടുകൂടി അതിന് മന്ദത ഏൽക്കുന്നത് പൊതുവെ കാണാറുണ്ട്. ജിംനീഷ്യത്തിൻ്റെ ഓണർ എന്നോട് ഒരിക്കൽ പറഞ്ഞു, ഞങ്ങളുടെ ജിമ്മിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാകുന്നത് ഡിസംബർ 31 ജനുവരി 1 അന്ന് ഒരു 100 കണക്കിന് ആൾക്കാർ, പെൺകുട്ടികളും ആൺകുട്ടികളും അച്ചായന്മാരും അമ്മമ്മമാരൊക്കെ വന്ന് അഡ്മിഷൻ എടുക്കും. അപ്പോൾ അവരെടുക്കുന്നത് ഒരു വർഷത്തേക്കൊക്കെ അഡ്മിഷൻ എടുക്കും. അത് അവർക്ക് വലിയൊരു ലാഭമാണ്. 100 പേര് അങ്ങനെ അഡ്മിഷൻ എടുക്കുന്നത് കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. കാരണം ഈ 100 പേരിൽ 2 പേരെ അവിടെ വരാറുള്ളൂ, ബാക്കി ആരും അവിടെ തുടരാറില്ല. അതുകൊണ്ട് ഈ പൈസ അവർക്ക് അവരുടെ ജിംനേഷ്യം ഓടിക്കാനായിട്ട് വളരെ പ്രയോജനമാണ് എന്ന് അവർ പറയുന്നു. ഇതിൽ നിന്നൊരു സത്യം അറിയാവുന്നത്, നമുക്ക് നല്ല തീരുമാനങ്ങളുണ്ട്, നടപ്പിലാക്കാൻ നമ്മുടെ കഴിവ് പോരാ, ദൈവം നമ്മെ ശക്തനാക്കണം. ഫിലിപ്പി ലേഖനം 4:13 പറയുന്നു, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. മറ്റൊരു ഭാഗത്ത് പൗലോസ് പറയുന്നു, ഞാനല്ല അധ്വാനിക്കുന്നത്, എന്നിലുള്ള ദൈവകൃപയാണ്. നല്ല ആരോഗ്യമുള്ള ശരീരം എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ്. ദൈവം പറഞ്ഞു, ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കരുത്. പൗലോസ് എടുത്തു പറയുന്നു, ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഇത് ആരോഗ്യത്തോടെ കാത്തു സൂക്ഷിക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്വമാണ്. കിട്ടുന്നതെല്ലാം വാരി വലിച്ച് കഴിച്ച് രോഗിയായാൽ ദൈവത്തിന് യാതൊരു മഹത്വമില്ല. ലാസർ ഉയർക്കുന്ന സമയത്താണ് യേശു പറഞ്ഞത്. അതിനു മുമ്പ് മാർത്തയോട് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. മരിക്കുന്നതല്ല മഹത്വം, രോഗിയായി കിടക്കുന്നതല്ല മഹത്വം, അതിൽ നിന്ന് പുറത്തു വരുന്നതാണ് മഹത്വം. ഇന്ന് ആരോഗ്യ പ്രശ്നങ്ങളിൽ കിടക്കുന്ന പലരുടെയും ആരോഗ്യ പ്രശ്നത്തിൻ്റെ കാരണം പിശാചുമല്ല, മറ്റാരും അതിന് ഉത്തരവാദിയല്ല, നമ്മൾ തന്നെ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ചില രോഗങ്ങൾ പിശാചിനാൽ വരുന്നുണ്ട്, ചിലത് കാലാവസ്ഥ വ്യതിയാനത്തിൽ വരും. എന്നാൽ ഇതിനെയെല്ലാം അതിജീവിക്കുന്ന ഒരാരോഗ്യമുള്ളൊരു ശരീരം, ഭൂമിയുടെ അറ്റത്തോളം യേശുവിനെ സാക്ഷിയാക്കാൻ പറ്റിയ ഒരു ശരീരം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പൗലോസും അപ്പോസ്തലന്മാരും എല്ലാം ദൂരയാത്ര ചെയ്തവരാണ്. അപ്പോസ്തലനായ തോമസ് അപ്പോസ്തലൻ കൊച്ചു കേരളത്തിൽ എത്തിയില്ലേ? കേരളം മുഴുവൻ നടന്നില്ലേ? എങ്ങനെയാണ്? ആരോഗ്യമുള്ള ഒരു ശരീരം. ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. അതുകൊണ്ട് ഈ വർഷം ദൈവത്തോട് പ്രാർത്ഥിക്കണം, എനിക്ക് ആരോഗ്യം വേണം. ആരോഗ്യത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചുവട് വെക്കണം. അതിനുള്ള കൃപ ദൈവം തരട്ടെ. ഇന്നത്തെ ആരാധനയിൽ നമുക്ക് യേശുവിനെ ചേർന്ന് പാടി ആരാധിക്കാം. തിന്മയായതെല്ലാം നന്മയാക്കി മാറ്റിയല്ലോ, എൻ ജീവനിൽ അതിശയം ചെയ്തവനെ ഹല്ലേലൂയ പാടും ഞാൻ, ഹല്ലേലൂയ പാടും ഞാൻ, ആരാധിച്ചു ഉയർത്തുന്നേ യേശുവിനെ, യേശുവിനെ. തിന്മയായതെല്ലാം നന്മയാക്കി
മാറ്റിയല്ലോ. എൻ ജീവനിൽ അതിശയം ചെയ്തവനെ ഹല്ലേലൂയ പാടും ഞാൻ. ഹല്ലേലൂയ പാടും ഞാൻ. ആരാധിച്ചു ഉയർത്തുന്നേ യേശുവിനെ, യേശുവിനെ. ഹല്ലേലൂയ പാടും ഞാൻ. ഹല്ലേലൂയ പാടും ഞാൻ. ആരാധിച്ചു ഉയർത്തുന്നേ യേശുവിനെ, യേശുവിനെ. ഹല്ലേലൂയ പാടും ഞാൻ. ഹല്ലേലൂയ പാടും ഞാൻ. ആരാധിച്ചു ഉയർത്തുന്നേ യേശുവിനെ, യേശുവിനെ. ഹല്ലേലൂയ പാടും ഞാൻ. ഹല്ലേലൂയ പാടും ഞാൻ. ആരാധിച്ചു ഉയർത്തുന്നേ യേശുവിനെ, യേശുവിനെ. യേശു കർത്താവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചാണല്ലോ നമ്മൾ തുടങ്ങി വെച്ചത്. യോഹന്നാൻ്റെ സുവിശേഷം 17:1 മുതൽ നമ്മൾ വായിച്ചു. 2 വാക്യങ്ങളിൽ നിന്ന് ധ്യാനിച്ചു. ഇന്ന് 3-ാമത്തെ വാക്യം. അതെങ്ങനെയാണ്? ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. ഈ വർഷം നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം ദൈവത്തെ അറിയുക. നന്നായി കർത്താവിനെ അറിയുവാൻ നമ്മൾ വേദപുസ്തകം വായിക്കണം, വേദപുസ്തകം നന്നായി പഠിക്കണം. അങ്ങനെ വേദപുസ്തകത്തിലൂടെ അല്ലാതെ ദൈവത്തെ അറിയാൻ മറ്റൊരു ഉപാധിയും നമുക്കില്ല. ഓരോ വ്യക്തികളും ദൈവത്തെക്കുറിച്ച് പറയുന്നത് കേട്ട് നമ്മളത് വിശ്വസിക്കരുത്. അതിനേക്കാൾ വലുതാണ് ദൈവം. വേദപുസ്തകം നമുക്ക് വ്യക്തമായ ചിത്രം തരുന്നു. പൗലോസിൻ്റെ ലേഖനങ്ങളും പത്രോസിൻ്റെ ലേഖനങ്ങളൊക്കെ വളരെ ഈടുറ്റതാണ്. പഴയ നിയമ ഭക്തന്മാർ അറിഞ്ഞതിനേക്കാൾ പുതിയ നിയമ ഭക്തന്മാർ യേശുവിനെ വ്യക്തമായിട്ട് അറിഞ്ഞു. അറിയുക എന്ന് പറയുന്നത് അനുഭവിക്കുക എന്നും അർത്ഥമുണ്ട്. അതായത് മകനെ പ്രസവിക്കും വരെ ജോസഫ് മറിയെ അറിഞ്ഞില്ല. അവിടെ മറ്റൊരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട് പരിഗ്രഹിച്ചില്ല. അവർ തമ്മിലുള്ള ഭാര്യ-ഭർത്തൃ ബന്ധത്തിലേക്കൊന്നും അവർ പോയില്ല എന്ന് അവിടെ കാണുന്നു. മറ്റൊരു വാക്യം ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലുണ്ട്. ആദാം ഹവ്വയെ അറിഞ്ഞു, അവർക്കൊരു മകൻ ജനിച്ചു. അറിയുമ്പോൾ, അനുഭവിച്ചറിയുമ്പോൾ, അതാണ് അതിൻ്റെ ശരിയായ അർത്ഥം. അപ്പോൾ കർത്താവിന് വെറുതെ വായിച്ചറിഞ്ഞാൽ പോരാ, യഹോവ നല്ലവനെന്ന് രുചിച്ച് അറിയുക. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രശ്നങ്ങളിലും നമ്മൾ കർത്താവിനെ കൂടുതൽ അറിയുകയാണ്. യേശുവിനെ അറിയാൻ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന കുറേ അനുഭവങ്ങളുണ്ട്. ദാവീദ് ദൈവത്തെ കൂടുതൽ അറിഞ്ഞത് അവൻ്റെ പ്രതിസന്ധികളിലാണ്. ദാവീദിൻ്റെ പ്രതിസന്ധികൾ കാലങ്ങൾ തുടർന്നു. അവനെ കൊല്ലാൻ രാജാവ് നടക്കുകയാണ്. എന്നാൽ ഈ രാജാവിനോ സൈന്യാധിപനോ
സൈന്യത്തിനോ ദാവീദിനെ കാണാനോ കൊല്ലാനോ കഴിയുന്നില്ല. ഒരിക്കൽ ദാവീദ് ഒരു ഗുഹയിൽ പാർക്കുകയാണ്. തൻ്റെ കൂടെ 400 പേരുണ്ട്. അപ്പോൾ ആ ഗുഹ എത്ര വലിയ ഗുഹയാണ്. ആ ഗുഹയുടെ മുൻപിൽ വന്നപ്പോൾ ശൗല് പറഞ്ഞു, നമുക്ക് കിടന്നുറങ്ങാം. അവിടെ വായിക്കുന്നു, ശൗലിനും കൂടെയുള്ളവർക്കും ദൈവം ഗാഢനിദ്ര വരുത്തിയെന്ന്. അങ്ങനെ അവിടെ കിടന്ന് ഈ ശൗലും സേനാനായകനായ അബ്നേറൊക്കെ ബോധമില്ലാതെ കൂർക്കം വലിച്ച് ആ കൊടുങ്കാട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ഈ ശൗലിൻ്റെ കുന്തം ശൗലിൻ്റെ തലക്കലുണ്ട്, അവൻ്റെ വെള്ളപാത്രമുണ്ട്. ദാവീദ് വന്നു, അവൻ്റെ കുന്തമെടുത്തു, വെള്ളത്തിൻ്റെ പാത്രമെടുത്തു, അവൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു അറ്റം മുറിച്ചെടുത്തു. അപ്പുറത്തെ മലയിൽ ചെന്നിട്ട് ദാവീദ് വിളിക്കുന്നുണ്ട്, അബ്നേറേ, സേനാനായകനോട്, നിന്റെ യജമാനനെ നീ എന്തുകൊണ്ട് സംരക്ഷിച്ചില്ല? നീ കുറ്റക്കാരനാണ്. അപ്പോഴാണ് അവരറിയുന്നത് ദാവീദ് അവിടെ വന്നു പോയെന്ന്. എന്നിട്ട് ദാവീദ് ശൗലിനോട് പറയുന്നുണ്ട്, യജമാനെ, ഒരു ചത്ത നായെ തിരഞ്ഞ്, ഒരു ചെളിനെ തിരഞ്ഞ് യജമാൻ എന്തിനിങ്ങനെ നടക്കുന്നേ? ഞാൻ അങ്ങയോട് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. അന്ന് ശൗല് മനസ്താവപ്പെട്ട്, എൻ്റെ മോനെ, നിന്റെ ശബ്ദമാണോ? ഞാൻ തെറ്റുകാരനാണ്, നീ രാജാവാകും, എനിക്കറിയാം, വാഗ്ദത്തം നിനക്കുള്ളതാണ്, ഇതെല്ലാം പറഞ്ഞു. വീണ്ടും അവന് പ്രശ്നങ്ങളുണ്ടായി. അവൻ പലയിടത്തേക്ക് ഓടിപ്പോയി. ഓടടാ ഓട്ടം, മരുഭൂമിയിലേക്ക് ഓടിപ്പോയി, മറ്റ് രാജ്യത്തേക്ക് ഓടിപ്പോയി. ഒരിക്കലും രാജ്യത്ത് ഓടിച്ചെന്നപ്പോൾ ഒരു രാജാവിൻ്റെ മുമ്പിൽ ചെന്നുപെട്ടു. അത് ഫെലിസ്തീയ രാജാവാണ്. എനിക്ക് തോന്നുന്നു ആഗീഷ് എന്ന് പറയുന്ന രാജാവായിരിക്കും. ഈ രാജാവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ പട്ടാളക്കാർ പറഞ്ഞു, ഇവനാണ് ഗോലിയാത്തിനെ കൊന്നത്, നമ്മുടെ പ്രിയപ്പെട്ട ഗോലിയാത്തിനെ കൊന്ന പുള്ളിയാണിവൻ. ദാവീദ് പെട്ടെന്ന് അവൻ്റെ രൂപം അവരുടെ മുമ്പാകെ മാറ്റി. താടിയിലൂടെ തുപ്പൽ ഒലിപ്പിച്ചുകൊണ്ട് ഭിത്തിയിലൊക്കെ വരക്കാൻ തുടങ്ങി. അപ്പോൾ രാജാവ് പറഞ്ഞു, ഇവിടെ ഭ്രാന്തന്മാരില്ലാഞ്ഞിട്ടാണോ ഇവനിവിടെ കൊണ്ടുവന്നേക്കുന്നത്? കൊണ്ടുപോയി ഇവിടെ നിന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് ആഗീഷിൻ്റെ മുമ്പിൽ നിന്ന് പോകുമ്പോൾ എഴുതിയ സങ്കീർത്തനമെന്ന് പറഞ്ഞൊരു സങ്കീർത്തനം തന്നെയുണ്ട്. ഞാൻ കർത്താവിനെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിലിരിക്കും. എപ്പോഴും പ്രതികൂലം, എന്നാൽ എപ്പോഴും അതിൽ നിന്ന് വിടുതൽ. നീതിമാൻ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിലും ദൈവം അവനെ വിടുവിക്കുന്നു എന്നും ദൈവവചനത്തിൽ താൻ കൂട്ടിച്ചേർത്തു. അസംഖ്യമായ അനർത്ഥങ്ങൾ ഒരു നീതിമാന് ഉണ്ടാകും, എന്നാൽ ഒന്നിൽ പോലും അവൻ വിടുതലില്ലാതെ പോവുകയില്ലെന്ന് മറ്റൊരർത്ഥമുണ്ട്. അതിൻ്റെ അർത്ഥം നമുക്ക് ഈ വർഷം നേരിടാനുള്ള എല്ലാ വിഷയത്തിനും 100-ൽ 100 വിടുതല. ഈ സത്യം അറിയണം. എന്നാൽ അതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് നമ്മുടെ ദൈവം ആരാണെന്നാണ്. കനാൻ ദേശം ഒറ്റുനോക്കാൻ യോശുവ 2 പേരെ വിട്ടു. അവർ ഒരു സ്ത്രീയുടെ വീട്ടിൽ കയറി ചെന്നു. ആ സ്ത്രീ ഒരു പാപിനിയായ സ്ത്രീയാണ്. 2 പേർ ഒറ്റുകാരിവിടെ വന്നെന്ന് അറിഞ്ഞിട്ട് രാജാവ് അവിടെ പട്ടാളത്തെ വിട്ടു. ഇവൾ ഈ 2 ഒറ്റുകാരെ ഒളിപ്പിച്ചു, തട്ടിൻ മുകളിൽ എവിടെയൊക്കെയോ ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് അവർ പോയ ശേഷം ഇവൾ പറയുന്നുണ്ട്, നിങ്ങളുടെ ദൈവത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടു, നിങ്ങളുടെ ദൈവത്തെ പോലൊരു ദൈവമില്ല. നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ദൈവത്തെക്കുറിച്ചും കേട്ടപ്പോൾ ഞങ്ങളുടെ ഉള്ളം ഉരുകിപ്പോയി. നിങ്ങളുടെ ദൈവമാണ് ദൈവം. ഈ ദേശം നിങ്ങൾക്ക് ദൈവം തന്നിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ ദേശത്ത് വരുമ്പോൾ എന്നെയും എൻ്റെ കുടുംബത്തെയും ഓർക്കണം. ഞങ്ങളുടെ കുടുംബത്തിന് കേടുവരാതെ ഞങ്ങളെ സൂക്ഷിക്കുമെന്ന് എനിക്ക് ഒരു ഉറപ്പ്, സത്യം ചെയ്യണമെന്ന് പറഞ്ഞു. അവരതുപോലെ സത്യം ചെയ്തു. അപ്പോൾ ആ പ്രതികൂലത്തിൽ ആ 2 പേരറിഞ്ഞ ഒരു കാര്യം അവർ പോയി യോശുവയോട് പറഞ്ഞു. എന്താണ്? ജനങ്ങളെല്ലാം നമ്മെക്കുറിച്ച് പേടിച്ച്, നമ്മളെക്കുറിച്ചുള്ള കേൾവി കേട്ട് പേടിച്ച് ഉരുകിയിരിക്കുന്നു. നമ്മൾ പിശാചിനെ കുറിച്ച് കേട്ട് ഉരുകുമ്പോൾ പിശാച് നമ്മെക്കുറിച്ച് കേട്ട് വളരെയധികം ഉരുകിയിരിക്കുകയാണ്. നമ്മുടെ ഒറ്റ ശാസിക്കലിന് പോകാനേ അവനുള്ളെന്നും നമ്മളൊന്ന് കൽപ്പിച്ചാൽ അവൻ ഇറങ്ങിപ്പോകുമെന്നും അവനറിയാം. അവൻ്റെ ഉള്ളം നമ്മെക്കുറിച്ച് ഉരുകിയിരിക്കുകയാണ്. യോശുവ പറഞ്ഞു, നിന്റെ ജീവകാലത്ത് ആരും ഒരു നാളും നിന്റെ നേരെ നിൽക്കില്ലെന്ന് എന്നോട് പറഞ്ഞിട്ട്, അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ യേശുവും പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെടുക.
ഭൂതങ്ങളെ പുറത്താക്കുക, രോഗികളെ സൗഖ്യമാക്കുക, മരിച്ചവരെ ഉയർപ്പിക്കുക. സൗജന്യമായി ലഭിച്ചത് നിങ്ങൾക്ക് സൗജന്യമായി കൊടുക്കാം. മരണകരമായി യാതൊന്ന് കുടിച്ചാലും കടിച്ചാലും ഒരു ഹാനിയും വരില്ല. നിങ്ങൾ പാമ്പുകളെ ചവിട്ടും, നിങ്ങൾ സർപ്പങ്ങളെ പിടിച്ചെടുക്കും, നിങ്ങൾ മരിച്ചവരെ ഉയർപ്പിക്കും. നിങ്ങൾ ആ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കണം. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടി ഇരുന്ന് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും ദൈവവചനത്തെ ഉറപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അവരെല്ലായിടത്തും പോയി ഈ സത്യം പ്രസംഗിച്ചു. യേശു അവർക്ക് ഉറപ്പ് കൊടുത്തു, ഒന്നും നിങ്ങളെ തൊടുകയില്ല. ഒരു ബാധയും. പിശാചിന് നാം എന്ന് പറയുന്നത് ഒരു ഭയമാണ്. എന്നാൽ പല ദൈവമക്കൾക്കും പിശാചെന്ന് പറഞ്ഞാൽ അവർക്കൊരു ഭയമായിരിക്കുകയാണ്. കടക്കിണി, മാരക രോഗം, ഡോക്ടർമാർ പറഞ്ഞത് ഇല്ല, ഇതെല്ലാം നമ്മെ ഭയന്നിരിക്കുകയാണ്. സാധാരണ മനുഷ്യർക്കുണ്ടാകുന്ന പല കാര്യങ്ങളും നമ്മൾക്കുണ്ടാകാം. എന്നാൽ അതിൽ നിന്നെല്ലാം നമ്മൾ പുറത്തു വരും. 100% പുറത്തു വരും. ഞാൻ മുമ്പേ അത് നിങ്ങളോട് പറഞ്ഞു. ഞാൻ ദൈവവചനത്തിൽ നിന്നാണ് പറയുന്നത്. നമുക്ക് ഒരു അനർത്ഥവും നമ്മുടെ കൂടാരത്തിന് അടുക്കുകയില്ല. ഒരു ബാധയും നമ്മുടെ കൂടാരത്തിന് അടുക്കില്ല. നമ്മെ കാക്കേണ്ടതിന് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും എന്ന് 91 സങ്കീർത്തനത്തിലുണ്ട്. ആരോട്? അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നവൻ, സർവശക്തൻ്റെ നിഴലിൻ കീഴെ പാർക്കുന്നവനെ തൊടാൻ ആർക്കും കഴിയില്ല. എന്നാൽ കുറച്ചുകൂടി ഗ്രേഡ് കൂട്ടി പുതിയ നിയമത്തെക്കുറിച്ച് പറഞ്ഞാൽ, യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച ഏവർക്കും ദൈവ മക്കളാകാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു. ഇവിടെ നമ്മൾ വായിച്ച വചനം, ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകും. ദൈവത്തെ അറിയുക. പഴയ നിയമത്തിൽ യോശുവയും കൂട്ടരും മോശയൊക്കെ ദൈവത്തെ, പിതാവിനെ അറിഞ്ഞു. എന്നാൽ അവർക്ക് പുത്രനെ അറിയാൻ കഴിഞ്ഞില്ല. പിതാവ് ഈ ലോകത്തിലേക്ക് അയച്ച പുത്രൻ നേരിട്ട് വന്ന് ഒരു കൂട്ടം മീൻപിടുത്തക്കാരുടെ കൂടെ ജീവിച്ച്, അവരുടെ കൂടെ കിടന്നുറങ്ങി, അവരുടെ കൂടെ വള്ളത്തിൽ യാത്ര ചെയ്തു, അവരുടെ കൂടെ വയലിലൂടെ നടന്നു. സാധാരണ മനുഷ്യനെ പോലെ ഏകജാതനായ ദൈവത്തിൻ്റെ പുത്രൻ ജീവിച്ചു എന്നുള്ളത് ഭൂമിയിൽ നടന്ന ഏറ്റവും വലിയ അത്ഭുതമാണ്. മോശ ഈ ദൈവത്തെ ഒരു നേരം ഒന്ന് കാണാൻ കൊതിച്ചതാണ്. എനിക്ക് നിന്നെ ഒന്ന് കാണണം. ദൈവം പറഞ്ഞു, അത് അസാധ്യമാണ്. നീ ആ പാറയുടെ പിളർപ്പിൽ നിൽക്കുമ്പോൾ ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ പുറകുവശം വേണമെങ്കിൽ ഒന്ന് കാണാം. ഇവർക്കെല്ലാം കർത്താവിനെ ഒന്ന് കാണാനുള്ള കൊതിയുള്ളവരായിരുന്നു. എന്നാൽ ദൈവം മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളെ വിലക്കുന്ന ദൈവമല്ല. അതേ ദൈവം മോശയുടെ അടുത്ത കുറേ തലമുറകൾക്ക് ശേഷം ജനിച്ച യഹൂദന്മാരുടെ അടുക്കലേക്ക് വെറും ഒരു യഹൂദനായിട്ട് ഇറങ്ങി വന്നു. അവരുടെ കൂടെ ജീവിച്ചു, അവരുടെ കൂടെ വള്ളം തുഴഞ്ഞു, അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചു, ഉറങ്ങി, ജീവിച്ചു. സാധാരണ ഒരു മനുഷ്യനായി, കാൽനടയായി എല്ലായിടത്തും അവരുടെ കൂടെ സഞ്ചരിച്ചു. കാരണം പർവ്വതത്തിൽ ഇറങ്ങി വരുന്ന ദൈവത്തെ മനസ്സിലാക്കാൻ ഇസ്രായേൽ മക്കൾ വളരെയധികം പണിപ്പെട്ടു. എന്നാൽ നേരിട്ട് കർത്താവിനെ അനുഭവിച്ചറിയുവാൻ, കാണുവാൻ, ദൈവത്തിൻ്റെ ഹൃദയം എന്താണെന്ന് അറിയുവാൻ ദൈവം സ്വന്തം മകനെ നമുക്ക് വേണ്ടി മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് അയച്ചു. സാധാരണ ഒരു മനുഷ്യനായി. അവിടെ നമ്മൾ ബൈബിളിൽ യോഹന്നാനിൽ വായിക്കുന്നു, താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നു എന്ന് അറിഞ്ഞിട്ട് മുമ്പുള്ളതിനേക്കാൾ അധികം ശിഷ്യന്മാരെ സ്നേഹിച്ചു. സ്നേഹമായിരുന്നു യേശു അവർക്ക് പകർന്നു കൊടുത്തത്. ക്ഷമിക്കുന്ന സ്നേഹം, കരുതുന്ന സ്നേഹം, ക്രൂശ് വരെ അതങ്ങനെയായിരുന്നു. ക്ഷമയുള്ള സ്നേഹം. 1 കൊരിന്ത്യർ 13 അധ്യായത്തിൽ പറയുന്ന അതിശ്രേഷ്ഠമായ മാർഗം അതാണ്. എല്ലാം പൊറുക്കുന്ന, എല്ലാം സഹിക്കുന്ന യേശുവിനെ അവർക്ക് അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് പിന്മാറിപ്പോയ അവരുടെ അടുക്കലേക്ക് ഉയർത്തെഴുന്നേറ്റ ശേഷം വന്ന യേശുവിനെ കണ്ടപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. എത്ര കുറ്റങ്ങൾ ചെയ്താലും ക്ഷമിക്കുന്ന ഒരു കർത്താവാണ്. എത്ര പിന്മാറിപ്പോയാലും വിടുന്നവനല്ല. ഒരിക്കൽ വിളിച്ചാൽ അവസാനം വരെ ആ വിളിയിൽ നടത്തുമെന്നുള്ള ഉറപ്പ് അവർക്ക് കിട്ടി.
അങ്ങനെ അവർ ആ പെന്തിക്കോസിൻ്റെ അനുഭവം വരും വരെ മാളിക മുറിയിലിരുന്നു. 10-ാം ദിവസം പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. യേശുവിനെ അറിഞ്ഞവർ, പിതാവിനെയും പുത്രനെയും അറിഞ്ഞവരാണ് ഭൂമിയെ പിന്നത്തേതിൽ കീഴ്മേൽ മറിച്ചത്. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും അറിയണം, കർത്താവിനെ നന്നായിട്ട് അറിയുക. ഓരോ പ്രതികൂലങ്ങളും കർത്താവിനെ അടുത്ത് രുചിച്ച് അനുഭവിച്ച് അറിയാനുള്ള സുലഭ അവസരമായിട്ട് കാണണം. വലിയ കടക്കണി വരുമ്പോഴും കർത്താവിനെ കൂടുതൽ അറിയുക, ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക. ആ ബൈബിൾ വായനയും പ്രാർത്ഥനയിലൂടെ ദൈവം ആരാണ് നമുക്ക് മനസ്സിലാവും. ഏത് കടത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ, എത്ര വലിയ ജപ്തിയിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ മതിയായവനാണെന്ന് മനസ്സിലാകും. വീട്ടിൽ ആർക്കെങ്കിലും ഒരു മാരക രോഗം വന്നാൽ ഉടനെ ബൈബിൾ വായനയും പ്രാർത്ഥനയും തുടങ്ങുക. അതാണ് യേശുവിനെ അറിയുക. അത്ഭുതകരമായി നമ്മുടെ കുടുംബം പുറത്തു വരുന്ന കാഴ്ച നമ്മൾ കാണും. നമുക്ക് യേശുവിൽ വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. യേശുവേ, ഈ മക്കൾക്ക് ഈ പുതിയ വർഷത്തിൻ്റെ 2ാമത്തെ ആഴ്ചയിൽ കൊടുക്കുവാൻ അവിടെ നിന്ന് ഏൽപ്പിച്ച ആലോചന ഞാൻ ഇവർക്ക് കൊടുത്തിരിക്കുന്നു. യേശുവേ, അങ്ങയെ കൂടുതൽ അറിയുവാൻ, പിതാവിനെ കൂടുതൽ അറിയുവാൻ, പരിശുദ്ധാത്മാവിനെ കൂടുതൽ അറിയുവാൻ വേദപുസ്തകത്തിലൂടെ അവിടുന്ന് കൂടുതൽ അവരെ സഹായിക്കണം. ഈ വർഷത്തെ ജീസസ് എവരിഡേയിലൂടെ അവർക്ക് ഏറ്റവും അധികം യേശുവുമായിട്ടുള്ള ബന്ധം വർദ്ധിച്ചു വരാനിടയാകണം. അങ്ങനെ ശക്തരും ബലമുള്ളവരും അസാധാരണമായിട്ട് കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുന്നവരുമായി ഈ മക്കൾ തീരട്ടെ. ഈ വർഷം അവർ നേരിടുന്ന എല്ലാ വിഷയത്തെയും, എല്ലാ മതിലുകളെ ചാടിക്കടക്കുവാൻ അവർക്ക് പ്രത്യേകം കൃപയുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവരിൽ നിഴലിടട്ടെ. വലിയ ദൈവപ്രവർത്തികളും വാഗ്ദത്ത നിവർത്തികളും ഈ മക്കൾ കാണട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും. സൗഖ്യങ്ങൾ നടക്കട്ടെ. വലിയ ഹൃദയ സമാധാനമുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. യേശുവിൻ്റെ വലിയ കൃപ നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. ഈ വർഷം ദൈവവചനം കേട്ട് കൂടുതൽ ബലമുള്ളവരായി തീരാൻ യേശു കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.